കൊള്ളാവോ നല്ല സാരി, രണ്ടും നല്ല സാരി. ഇത് മുന്താണിയാ. ഇതിന്റെ ഉള്ളുവശം ഈ കളറാ. ഇതിനൊക്കെയുള്ള ബ്ലൗസ് ആണോ ഇടുന്നത്? അല്ല, ഈ കളറാ ബ്ലൗസ്. അതിനിപ്പോ ഇതിന് വെട്ടി തയ്ക്കണം. ഈ അമ്മയുടെ കല്യാണ സാരിക്ക് ഈ കളറായിരുന്നില്ലേ അമ്മ? ഇതായിരുന്നു എന്റെ സാരി. കടുത്ത കളറ്. എന്റെ ഇതിനെന്ത് ചേച്ചി മുന്താണി? എന്റെ മുന്താണി ഇത് തന്നെയാണല്ലേ കാണുന്നതല്ലേ? പക്ഷെ അത് വേണ്ട, ഒരേപോലെ ഇരിക്കും. വേറൊരു ബ്ലൗസാ. എനിക്കിനി ബ്ലൗസ് തയ്പ്പിക്കണം ദൈവമേ. അങ്ങനെയാണെങ്കിൽ ഇത് വെട്ടി ഇതും കൂടെ തയ്ക്ക്. പിന്നെ 2 ബ്ലൗസ് എങ്ങനെ ഒരു രാത്രി കൊണ്ട് തയ്ച്ചു തീരും? എന്നാണ് അന്ന് ഒരു ബ്ലൗസ് തയ്ക്കുക, എനിക്ക് മാത്രം തയ്ക്ക്. ഒരു ബ്ലൗസ് അവളെ തച്ച് കൊണ്ട് മക്കളെ. എന്റെ അമ്മ തയ്ക്കണേന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, തീരണ്ടേ. കഷ്ടമാണ് കേട്ടോ ചേച്ചി. ചേച്ചിക്ക് ഇതിന് മാച്ചുള്ള ഉണ്ടല്ലോ, റെഡ് ഒക്കെ ഉണ്ടല്ലോ. ഇത് റെഡ് അല്ല, ഇതൊരു മജന്ത കളറാ. നിനക്ക് ഇതിന് പറ്റിയ ഒരു ബ്ലൗസ് ഇല്ലേ? ഉണ്ടല്ലോ. ഇതിന് പറ്റിയതില്ലമ്മേ. ഉണ്ട്, നീ തപ്പിയാ കിട്ടും. നോക്ക്, ഏതെങ്കിലും ഒരു ബ്ലൗസ്. വേറെ കളർ ഇട്ടാ മതിയാ? മഞ്ഞ ബ്ലൗസ് ഒക്കെ ഇട്ടാലും. മഞ്ഞയൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഒരു കറുപ്പിൽ പൂക്കളുള്ളതുണ്ട്. കറുപ്പിൽ പൂക്കളുള്ളത് നല്ലതായിരിക്കും. അത് ഇതിന് മാച്ചാവോ? നാളെ തയ്ച്ചത് കറുപ്പിൽ ചുമന്ന പൂക്കളുള്ളത്. അത് ചുമപ്പ്, അത് കൊള്ളാം. ഇത് പക്ഷെ അങ്ങനെ ഏതെങ്കിലും ബ്ലൗസ് ഇടാൻ പറ്റൂല. ഇതിന് ഇതിന്റെ തന്നെ ബ്ലൗസ് ഇട്ടില്ലെങ്കിൽ ടീഷർട്ട് എടുത്താൽ മതിയായിരുന്നു. എനിക്ക് ടീഷർട്ട് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എപ്പോഴും ഷർട്ട് എടുക്കും. ഷർട്ട് എടുക്കാൻ. പിന്നെ എന്ത് തോന്നിനാവോ? പറഞ്ഞപ്പോ തന്നെ ഞങ്ങക്ക് 2 പേർക്കും തുണിയെടുക്കാൻ പൈസ തന്നു. തുണിയെടുക്കാനേ 2 പേർക്കും പൈസ തന്നിട്ട് എന്ത് തോന്നിന്നാവോ? വരാനുള്ള പൈസ എവിടുന്നെങ്കിലും വന്നിട്ടുണ്ടാവും. പിന്നെ എന്റെ അമ്മേ, അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഈ സെയിൽസിൽ നിൽക്കുന്ന പിള്ളേരില്ലേ, ആണും പെണ്ണൊക്കെ, ഞാൻ ചെന്നപ്പോ എനിക്കറിയില്ല എന്താ അങ്ങനെയെന്ന്. മാഡം 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 എന്ന് വിളിച്ചിട്ടുണ്ട് എന്റെ പുറകെ നടക്കുന്നത്. നമ്മളെ കാണുമ്പോ നല്ല ഇതായിട്ട് തോന്നുന്നുണ്ടാവുമല്ലോ. ചേച്ചിനെ മാത്രമാണോ മാഡം മാഡം എന്ന് വിളിച്ചത്? ഞാൻ എന്നെ വിളിച്ച കേട്ടില്ലേ? അപ്പൊ നിന്നെ ചേച്ചിന്നാ വിളിച്ചത്. അയ്യോ, ചേച്ചിന്ന് എന്റെ അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണെ വിളിച്ചത്. അയ്യോ അല്ലല്ലോ, നിന്നെ വിളിച്ചത്. അവരെല്ലാരും മാഡം മാഡം എന്ന് തന്നെയാ വിളിക്കുന്നത്. ഓ, എന്റെ അമ്മ സത്യമാണ്. എന്നോട് ചേച്ചി മാഡത്തിന് ഞാൻ വേറെ കാണിച്ചാൽ അത് അങ്ങനെ അവരുടെ ജോലിയാണ്, എല്ലാരെയും കാണിച്ചു. ഈ സെയിൽസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താ, അവര് അങ്ങനെ വിളിക്കത്തുള്ളൂ. കാരണം അവിടുന്ന് സാരി എടുക്കണം. കച്ചവടക്കാർ. പക്ഷെ അങ്ങനെ എല്ലാം എന്നോട് അങ്ങനെ അല്ലാന്ന് തോന്നി. എനിക്ക് തോന്നണതേ എന്നെ കാണാനൊക്കെ നല്ലതാണല്ലോ. അതുപോലെ ക്ലിപ്റ്റോന്റെ ഭാര്യ ഞങ്ങളെന്നും മോശമാണല്ലോ. ശരി, അങ്ങനെയല്ല, നിങ്ങളെ കാണാനല്ല, പക്ഷെ എനിക്കൊരു ഇടുപ്പുണ്ടല്ലോ. ഒന്ന് പോയേച്ചി അവിടുന്ന്. പിന്നെ വെറുതെ വർത്താനം പറയുന്നു. അയ്യോ, വിശ്വസിച്ചില്ലേ? ഞാൻ ഇങ്ങനെയാണ് നാളെ കല്യാണത്തിന് എടുത്തിട്ടാ. ഇനി അവിടെ ചെന്നാലും ഇങ്ങനത്തെ തള്ളു കേൾക്കേണ്ടി വരും. അവരങ്ങനെ നോക്കി, ഇവരിങ്ങനെ നോക്കി, എന്റെ സാരി കൊള്ളാന്ന് പറഞ്ഞ്, ഞാൻ ഉടുത്തിരിക്കുന്ന ഇത് കൊള്ളാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചേച്ചി ഞാൻ വരുന്നില്ല, പോ ചേച്ചി. മനുഷ്യൻ അംഗീകരിക്കില്ല. എന്നാ നീ വരണ്ട, ഞാൻ പൊക്കോളാം. വഴക്കൂടാതെ 2 പേരും കൂടെ കല്യാണത്തിന് പോയിട്ട് അവനെ വിളിച്ചും കൊണ്ട് അതാ വേണ്ടി. എന്നിട്ട് എന്താ അമ്മ വന്നില്ലാന്ന് തീരുമാനിച്ചോ? അമ്മയും കൂടെ വാ. അമ്മേ, എന്റെ പൊന്നടി, ഞാൻ കല്യാണങ്ങൾക്ക് എത്ര പോയതാണ്. ഒട്ടും വയ്യാത്തോണ്ടാണ്, എന്റെ മുട്ട് വയ്യ. പിന്നെ അവർക്ക് വല്ല വിഷമമൊക്കെ കാണും. ഞാൻ കാണും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ അമ്മ വന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ സമാധാനത്തിൽ നിൽക്കായിരുന്നു. ഇതിപ്പോ ആദ്യം പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. വയ്യാഞ്ഞിട്ടാണ് മക്കളെ, സത്യമായിട്ട്. എനിക്ക് ശരി, അവള് പറഞ്ഞത്. അമ്മ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരണ്ടേ? അല്ലല്ല, ധൃതി പിടിക്കൊന്നും വേണ്ട. നിങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വന്നാൽ മതി. എനിക്ക് ഒരു വിഷമവും ഇല്ല. പിന്നെ ശാരദ എടുത്ത് പ്രത്യേകം പറയണം എൻ്റെ കാര്യം. അവൾ അന്വേഷിക്കും. വയ്യാന്നുള്ളത് പറയണം. വണ്ടിക്ക് അങ്ങ് പോകായിരുന്നു അമ്മ വന്നാൽ. നടക്ക പോലും വേണ്ട, ഓഡിറ്റോറിയം വരെ വണ്ടിയല്ലേ. എല്ലാത്തിനും മടി. എങ്ങനെ ഇരുന്നോളണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇങ്ങനെ വീട്ടിലിരുന്നിരുന്നിരുന്ന് മൊരടിക്കും. എടി, അവിടെ എത്ര രൂപ കൊടുക്കണേന്നാവെല്ലാം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ചേച്ചി എത്ര രൂപ കൊടുക്കുന്നു? നിങ്ങൾ കൊടുക്കണേന്റെ 10-200 രൂപ കുറവേ ഞാൻ. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ഒരു വിഹിതം ഞാൻ തരും, കൊണ്ട് കൊടുത്തേക്കണം. പ്രത്യേകം പറയണം ഞാൻ തന്നാണെന്ന് പറഞ്ഞു. അതെന്തിനാ അമ്മയുടെ വിഹിതമായിട്ട് കൊടുക്കണത്? ഇവിടുന്ന് ഏട്ടൻ കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങള് അവനും കൊടുക്കുന്നുണ്ട്, അമ്മയും കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കൊടുക്കണ്ട. ഞാൻ അമ്മയുടെ കൂടെ കൂടി. അങ്ങനെ വേണ്ട. അത് പറ്റത്തില്ല. എനിക്ക് ആരും എൻ്റെ കൂടെ ചേരണ്ട. നിങ്ങൾ കുടുംബമായി ജീവിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടരും അങ്ങോട്ട് കൊടുക്കണം. എൻ്റെ രത്നമ്മ എന്ന് എഴുതിയ ഒരു കവർ വേണം കൊടുക്കാനുള്ളത്. നിന്നെ എനിക്ക് വിശ്വാസമില്ല, സത്യമായിട്ട് എനിക്ക് നിന്നെ വിശ്വാസമില്ല. കൊടുത്തിരിക്കണം. ഞാൻ വിളിച്ച് ചോദിക്കും, കാര്യം പറഞ്ഞു. ഞാൻ നോക്കാമേ, കൊടുക്കണതിന് മുന്നേ ഞാൻ ആ കവർ തുറന്ന് നോക്കും. എനിക്ക് പൈസ വേണ്ട. അതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ ബ്ലൗസ് ഇട്ടിട്ടെ. അയ്യോ, കൊച്ചിനെടുത്തായിരുന്നു അവന്റെ ഉണ്ടത്. എന്റെ അപ്പൊ പറ്റത്തില്ലല്ലേ? എന്റെ പൊന്നുമോളെ, നീ എന്തെങ്കിലും ഇവിടെ സമയം ഉണ്ടെങ്കിൽ തയ്ച്ചു തരാം. ഇനി വേണ്ട, ഞാൻ പോട്ടെ. ബ്ലൗസ് എടുത്ത് തയ്ച്ചിട്ടെങ്കിൽ തയ്ച്ചു തീരൂല. ഞാൻ ആ കറുത്ത ബ്ലൗസ് ചേരുവോ നോക്കട്ടെ. സാറേ, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ. നീ എവിടെ? നീ ഇതിട്. എന്തരടാ ഇത്?
എടാ എന്ന് പറഞ്ഞ കാല് നോക്കിക്കോ, നിന്റെ കാല് ഇത്രേ പൊങ്ങുള്ളോ? റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ ഞാൻ. നീ പറഞ്ഞത് അളിയാ സമയത്ത് നീ ഇങ്ങനെ എന്തോ ചെറുക്കനെ കൊല്ലു അവിടെ. നീ ഇനി നിക്കണ്ടാട്ടാ. ഇവിടെ പറഞ്ഞേ ഒന്ന് സമാധാനമായിട്ട് ഇതാവും. സമാധാനായിട്ട് അവിടെ എങ്ങനെയാ? നിങ്ങൾ ഉടുപ്പ് മാറി ആ മേശപ്പുറത്ത് പോയി അങ്ങ് ഇരുന്നാ മതി. അച്ഛാ ഇപ്പൊ നടപടി ഉണ്ടായില്ലേ? പോയി ഷർട്ട് ഇട്ട് തരാൻ പറ. പോ. ഇല്ലേ? ഡാഡി കൊള്ളാം. ഡാഡി ഏയ്, ആ ഷർട്ട് ഇട്ടു. ആ ശരി ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ വിട്. പ്ലീറ്റ് എന്റെ ചീപ്പ് എടുത്തോ? ഇല്ല കഷ്ടം തന്നെ. പ്ലീറ്റ് എന്റെ ചീപ്പ് എടുത്തോ? ഞാൻ വിഴുങ്ങി ചീപ്പ്. ചീപ്പാണ്. ഒരു ഷർട്ട് ഇടാൻ നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ അങ്ങോട്ട് കൈയിട്. പിന്നെ അറിയാമോ? അത് മാത്രം അറിയാം. ഈ പ്രായത്തിൽ ഓരോ പിള്ളേർ എന്തെല്ലാം ചെയ്യുന്ന അറിയാമോ? ഒരു ഷർട്ട് ഇടാൻ അറിഞ്ഞൂടാ അവന്. കഷ്ടമാണ് കേട്ടാ നീ. അത് തന്നെ പറഞ്ഞത്. പാന്റ് ഇട്ട കാല് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ. അതെ ഒന്ന് പെട്ടെന്ന് റെഡി ആവോ? അപ്പൊ ഇവിടെ വരാന്ന് പറഞ്ഞ കാറ് വരൂല. കാറില്ലേ? അത് അൻസാറിന്റെ മാമ അത്യാവശ്യം ആശുപത്രി പോയൊക്കെയാണ്. ഈ റോഡിൽ ഇറങ്ങി ഓട്ടോയിലും കിട്ടും. അതിൽ ഈ ഒരു ലാസ്റ്റ് ബട്ടനെങ്കിലും ഒന്ന് ഇടാ. എല്ലാം ചെയ്തു നീ ഇതായി. ഓ എന്ത് നീ കിടന്ന് ബഹളം വെക്കണെന്തിനാണ്? പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ തൊള്ള ഓർന്നോണ്ടിരിക്കുവല്ലേ? അതെ രാവിലെ ഒരു അരമണിക്കൂടെ നേരത്തെ എഴുന്നേക്കണം. അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. എന്തോ ഓട്ടോയില്ല. അത് വണ്ടി അൻസാറിന്റെ മാമ ആശുപത്രിയിൽ എന്തോ പോയിട്ട് വന്നിട്ടില്ല. ഇതാണ് പ്ലീറ്റ്. എന്നെങ്കിലും ഒരു ഇത് ഇടായിരുന്നതേ. ഈ കല്യാണത്തിന് ചോറ് കഴിക്കാനല്ല അവര് നമ്മളെ വിളിച്ചേക്കണം. കല്യാണം കൂടി കണ്ട് അനുഗ്രഹിക്കാനാണ് ചെറുക്കനെ പെണ്ണിനെ. ഓ ഉണ്ട്, മാച്ച് ഉണ്ട്. ഇതെന്തോന്ന് ഇനി? ഇതൊന്നും ഇട്ട് ഓ കുറച്ച് കഷ്ടമാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രമായിട്ട് പോകണമെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഏറ്റവും അറ്റത്തില് എവിടെയാണ് അതിന്റെ കൊഴുപ്പൊക്കെ? ഒന്നും കാണുന്നില്ലല്ലോ. ആ കണ്ണട വെച്ച് നോക്ക്. കണ്ണടയൊക്കെ വെച്ചേക്ക് തന്നെ. ഈ കുന്ത്രാണ്ടം ആ ഓക്കെ അല്ലേ? ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി റെഡിയാക്കേ. ഓ കൊള്ളാം അതൊക്കെ കൊള്ളാം. നീ പാ നീ മുടി ചീകിട്ട് വാ. പോയി മുടി ചീകിട്ട് വാങ്ങോട്ട്. ഞാൻ അടുത്ത വണ്ടി വല്ലതും കിട്ടുമോ നോക്കട്ടെ. ആ പ്രതാപ ഞാൻ വിളിച്ചത് ഇവിടെ വണ്ടിയോടെ കിടപ്പുണ്ടാ? കൊടുത്താ? നീ എന്ത് പണിയുടെ കാണിച്ചത്? അല്ലല്ല വണ്ടി കൊടുത്തതിന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ ആളെ ഞാൻ ഇല്ല ഒന്നുമില്ല. അല്ല വണ്ടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ബൈക്ക് പോരാ ഞങ്ങൾ ഫാമിലിയായിട്ട് ചെറിയൊരു ആവശ്യം. ശരിയായ കൊടുത്തത്. ശരി കുഴപ്പമില്ല. ന്യായമായ വില കിട്ടിയ കണക്ക്. ഓ ശരി ഓക്കെ. ചേച്ചി റെഡി ആയില്ലേ ക്ലീറ്റോ ചേട്ടാ? ഓ റെഡി തങ്കം വന്ന്. എങ്ങനെയുണ്ട് സാരി? എങ്ങനെയുണ്ട്? കൊള്ളാലോ സാരി. ഈ ബ്ലൗസ് മാച്ച് ആവുന്നുണ്ടോ? ആ നല്ലല്ലേ? ചേച്ചി എനിക്ക് ബ്ലൗസ് തയ്ച്ച് തന്നില്ല ക്ലീറ്റോ ചേട്ടാ. കുഴപ്പമില്ലടി. ആ സാരിയും ബ്ലൗസും നല്ലതായിട്ടുണ്ട്. നിനക്ക് നല്ല ഇത് ചേർച്ചയുണ്ട്. ആ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ ഈ റെഡ് ഉള്ളത് കൊണ്ട് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടല്ലേ? എന്നാലും അത് അറിയില്ല. ശ്രദ്ധ നിന്നില്ലേ? നീ അത് എടുത്തേക്കണോണ്ടേ അത് ശ്രദ്ധ നിന്നില്ലേ നിൽക്കുള്ളൂ. അപ്പൊ അന്ന് ഇതും കൂടെ വെച്ചേക്ക്. എന്റെ കൂടെ എന്റെ പൈസയും കൂടെ വെച്ചേക്ക്. ആ അമ്മ അപ്പൊ ഇവിടെ വീടൊക്കെ സൂക്ഷിച്ചോളണം. കാണണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കളയരുത് ഇറങ്ങി. കൊടുത്ത് ഞാൻ പേഴ്സ് അവിടെ ചെല്ലുമ്പോ ഇതെന്റെ കൊടുക്കണേ. ഓ അത് ഞാൻ ഏറ്റു. ഇനി പെണ്ണിനും ചെക്കനും അമ്മയുടെ കണക്കായിട്ടുള്ള അനുഗ്രഹം ഞാൻ കൊടുത്തോളാം. അനുഗ്രഹവും വേണം. അതുണ്ട്, അതെല്ലാം ഉണ്ട്. ഇവന്റെ മുടിയൊന്നും ജീവില്ലേ? എണ്ണ വെച്ച് കുളിച്ചാ മതി. വെട്ടാൻ സമ്മതിക്കൂല, എണ്ണ തേക്കൂല, ഒരു വേഗം ചെയ്യൂല. ഇറങ്ങാൻ പിന്നെ നമുക്ക് ആറിന്റെ കാര്യം. അൻസാർ ഇപ്പൊ സമയത്ത് വിളിച്ചു പറയണം അവന്റെ മാമ ആശുപത്രി പോയിട്ട് വന്നില്ല, ഇനിയിപ്പോ നടക്കൂല. നമുക്ക് അങ്ങോട്ട് കയറിട്ട് ഒരു ഓട്ടോയിലും സമയം പോണേന് മുമ്പ് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് പോയി നോക്കി. ചേച്ചി മാല എടുത്ത് പുറത്തിട്. മതി വരാം. ശരി അമ്മേ. ലില്ലി ചേഞ്ച് ഉണ്ടടി കയ്യില്? ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ. കൊള്ളാം. അമ്മ ഓടിപ്പോ. വാതിലടച്ചോ? എന്തേലും ഉണ്ടേ വിളിക്കണേ. ഞാൻ സാറ് കാറിന് എപ്പോ കൊണ്ടുവരുന്ന കൊണ്ട് പോവുള്ളോ? എനിക്കറിയാൻ വഴി. ഓട്ടോറിക്ഷ കിട്ടണം. ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ ഇത് പണ്ടാരാണ്ട് പറഞ്ഞാണ്.
എന്തൊരാളായിരുന്നല്ലേ ക്ലീറ്റോ ചേട്ടാ, നാടടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആള് വിളിച്ച് കൂട്ടിയിട്ട് കാര്യമല്ല അമ്മ. ഈ ആളെ കൂട്ടണേലല്ല, ഭക്ഷണം അന്തസ്സായിട്ട് കൊടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തൊടുകറി ഒന്നും ഇഷ്ടപ്പെട്ടു. അവിയലൊക്കെ എന്തിനാ ഉള്ളായിരുന്നല്ലേ, വായ വെച്ച് കൂട്ടാൻ കൊള്ളില്ലായിരുന്നു. അതെ, മറ്റേ പാട്ട്, ഗാനമേള, ഡാൻസ്, കൂത്തെല്ലാം ഉണ്ടായിരുന്നു. ആ പൈസയും കൂടെ ഭക്ഷണത്തിന് ചെലവാക്കി ആളുകൾ പറഞ്ഞ നല്ല സദ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇത് പാട്ടും ഗാനമേളയും നല്ലതായിരുന്നു എന്ന് ആരും പറയില്ലല്ലോ. കല്യാണം നല്ലതാണെങ്കിൽ സദ്യ നല്ലതാണോ? മറ്റേ പായസം ഉണ്ടല്ലോ അമ്മ, അടപ്പായസം എല്ലിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് പാലൊരു ഒഴിക്കുമ്പോണ് അട ഒരു ഒഴിക്കുമ്പോ. എത്ര കൂട്ടം പായസം ഉണ്ടായിരുന്നു? 3 കൂട്ടം. അതൊക്കെ ഉണ്ടായിരുന്നു, 3 കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒളിച്ചു പോയ ഒരു പെണ്ണ് അവളെ കെട്ടിയൊന്നും വന്നിരുന്നു. മറ്റേ രമണി ചേച്ചിയുടെ മോളാ. അയ്യോ എന്റെ പൊന്നോ, അവളെ കണ്ടായിരുന്നോ ക്ലീറ്റോ ചേട്ടാ? ഒളിച്ചോടിയതാണെന്നുള്ള ഒരു നമ്മളെ ഒളിച്ചോടി പോയെന്നാണ് അവളുടെ ഭാവം. എന്റെ പൊന്നോ, ഒരു പട്ടുസാരിയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ നടപ്പുണ്ടാകത്തില്ല. സത്യം ഭയങ്കര ഗമയായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതെ, ഒളിച്ചോടിയൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഈ ശാരദ എന്നെ ചോദിച്ചായിരുന്ന? എത്ര പ്രാവശ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മുട്ടുവേദന ആയതുകൊണ്ടാ വരാത്തതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഒരു ദിവസം എല്ലാരും കൂടെ അമ്മേനെ കാണാൻ വരുന്നുണ്ടെന്ന്. എന്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു. എനിക്കറിയായിരുന്നു. അല്ല ഒരു പൈസ കൊടുത്താ? എനിക്ക് അതാ അറിയാൻ. പൈസ കൊടുക്കണതിന് മുന്നേ ഞാൻ കവർ തുറന്നു നോക്കി. അമ്മ 2000 രൂപയല്ലേ തന്നത്? 2000. അതൊക്കെ മതി. പോരായിരുന്നാ? മതി. ഏട്ടനും കൊടുത്തില്ലേ 2500? ഞങ്ങളെന്തൊരു പിന്നെ പൈസ ഒന്നും കൊടുത്തില്ല. അയ്യോ, ഇതിൽ ഇച്ചിരി നാരങ്ങ കൂടെ ഇട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു. ശരിയാ, നല്ല ക്ഷീണം മാറിഞ്ഞു. എടീ, നിന്റെ അടുത്ത് മറ്റേ ഒരു നീല പട്ടുസാരിയെ കൊടുത്തൊരു പെണ്ണുമ്പിള്ളി, പൊക്കമുള്ളൊരു പെണ്ണുമ്പിള്ള നിന്റെ അടുത്ത് കുറേ ഒരു വർത്താനം പറഞ്ഞല്ല. മുടി ചെമ്മൻ കളറൊക്കെ അടിച്ച് അതാര് നിന്റെ അടുത്ത് വർത്താനം പറഞ്ഞതേ? ചേച്ചിക്ക് സദ്യ ഇഷ്ടപ്പെട്ട ചേച്ചി? എന്താ? കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയ ഞാൻ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നും ഉണ്ടല്ലോ, എല്ലാതും ഇങ്ങനെ ഇരിക്കണം, കടന്നല് കുത്തിയോലെ. എന്ത് എന്നോടൊക്കെ മിണ്ടിയായിരുന്നല്ലോ. ഞാൻ പല കാര്യവും ചോദിച്ചു വഴിയിൽ. അത് മിണ്ടണ്ട. എന്താണ് വീട്ടുവച്ചോടൻ പോയി ചോദിക്കുന്നേ? നീ വല്ലതും പറഞ്ഞ അവിടെ കല്യാണ വീട്ടിൽ വെച്ച്? എന്താന്ന് പറയാ? നിങ്ങൾക്ക് ശൂശി ഉണ്ടായാവല്ലോ. വഴക്കിട്ടാ? പിന്നെ അതിനല്ലേ പോയത് കല്യാണത്തിന്. ഞാൻ അത്രയും വിവരം നിങ്ങൾ ഇരിക്കണ ഇരിപ്പിൽ വഴക്കിടുമല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അവിടുന്ന് അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ സദ്യ കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു പായസമുള്ള മധുരം എല്ലാം കൂടെ വലിച്ച് കയറ്റണ്ട, ഇപ്പൊ തന്നെ തടി. അതൊന്നുമല്ല, അതിൽ അവൾ എന്നിട്ടും പായസം എല്ലാം വാങ്ങിച്ച് കഴിച്ചവള്. അതൊന്നുമല്ല. എന്നെടുത്ത് കിട്ടുകൊണ്ട് തന്നിട്ട് അതെന്തോന്നൊരു വല്ലാത്തൊരു. അല്ല, ചോദിക്കണമല്ല, വിളിച്ചാണ് എന്തിനാണെന്ന് അറിയണ്ടേ. ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതിയാ, ബാക്കിയുള്ളതിൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. ഓ എൻ്റെ തങ്കം, ഇന്നത്തെ സദ്യയുടെ സാമ്പാർ എന്ത് വൃത്തിയായിട്ട സാമ്പാറാണ്. സത്യം പറഞ്ഞാൽ കഴിച്ചെന്ന് വരുത്തി എന്നുള്ളതല്ല, എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സാമ്പാറൊക്കെ നീ ഉണ്ടാക്കേണ്ട സാമ്പാർ, അത് തന്നെ സാമ്പാർ. നിനക്ക് ഇഷ്ടപ്പെട്ടാ സാമ്പാർ? ഇല്ലല്ലേ? നിന്റെ മുഖം എന്ത് തങ്കം? ഞാൻ നേരത്തെ ശ്രദ്ധിക്കുകയാണ്. ഒരു 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 ക്ഷീണം, തലവേദന എന്തെങ്കിലുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? എന്തോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ പല്ലുവേദന ഉണ്ടല്ലേ? ഓക്കെ, ആ ദീപക് ഡോക്ടർ ഇന്നാളെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിവസം ക്ലീറ്റോ ചേട്ടന് സമയമുള്ളപ്പോൾ വന്നാൽ മതി, നമുക്കത് ഇളക്കിയിട്ട് വെച്ചിട്ട് അത് അളവൊക്കെ എടുത്ത് അപ്പം തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ പോവാം, നമുക്കിപ്പോൾ പോവാം. പല്ലു അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. നീ ഇങ്ങനെ മുഖം ഇങ്ങനെ വെറുപ്പിച്ചിരിക്കുക, എനിക്കിങ്ങനെ പലതും തോന്നുന്നു. തലവേദനയാണോ, പല്ലുവേദനയാണോ, ചെവി വേദനയാണോ, കണ്ണുവേദനയാണോ? എൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ എന്തെങ്കിലും അങ്ങനെ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. സിനിമ കാണാൻ പോയതേ, അത് സത്യത്തിൽ മറ്റേ മമ്മൂക്കയുടെ പടം കണ്ടത് ഞാൻ കാണണമെന്ന് വെച്ചിട്ടല്ല. അൻസാർ നടരാൻ കൂടെ നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്ത് എന്നെ കൂടെ വിളിച്ച് കൊണ്ടുപോയി. പക്ഷെ ഞാൻ സിനിമ കണ്ടില്ല, ഞാനിരുന്ന് ഉറങ്ങി. കാരണം നമുക്കൊരുമിച്ച് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പോയതാണ്. അല്ലാതെ ഞാൻ വേറെ സിനിമ കണ്ടേ ഇല്ല. അതിൻ്റെ കഥ പോലും എനിക്കറിയില്ല. നമുക്ക് പോവാം.
സത്യം പോവാം. സിനിമയല്ലേ? ആ പോയാലോ? പിന്നെ കൊടുങ്ങാവിള പള്ളിയിൽ ഗാനമേളയാക്കാൻ വേണ്ടി പോയി. അത് നീ അറിയാതെ പോയത് ഞാൻ റൊണാൾഡോ പറഞ്ഞ് ചട്ടിയോട് പറയണ്ട, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി ഒരു 5 പാട്ടേ കേട്ടുള്ളൂ. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇത്രയൊക്കെ ഞാൻ ചെയ്തോളൂ, അല്ലാതെ വേറെ ഞാൻ ഒന്നും ചെയ്തില്ല. തങ്ങൾ നീ എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്? പറ, എൻ്റെ അടുത്ത് പറ. വേറെ ഞാൻ എന്ത് ചെയ്തത്? തങ്കം, ഇങ്ങനെ ക്രൂശിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തടി? നീ പറ. ഞാൻ അതിന് വേണ്ടി ഞാൻ എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. ഞാൻ എന്താണ് ചെയ്തതെന്ന് നീ പറ പ്ലീസ്. എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ? ഇങ്ങനെ നോക്കല്ലേ? ഇങ്ങനെ നോക്കുമ്പോ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ട് എനിക്ക് പോലെ എനിക്ക് തോന്നുന്നു. അതാ നോക്കുന്നു. നീ എന്നെ വേണമെങ്കിൽ 2 അടി അടിച്ചു, എന്നെ 2 അടി അടിച്ചോ. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നോക്കല്ലേ. നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ഭയങ്കര കുഴപ്പക്കാരനെ പോലെ എനിക്ക് തോന്നുന്നു. സത്യമായിട്ട് ഞാനാണെങ്കിൽ ഇപ്പം നല്ല കുട്ടിയായിട്ട് നടക്കല്ലോ, ഒന്നും ചെയ്യണില്ലല്ലോ, ഒരു മര്യാദ കേട് നിന്നോട് കാണിക്കില്ല. നിനക്ക് വേണ്ട ബഹുമാനം എല്ലാം തരയില്ലേ? പിന്നെ എന്ത് പറ തങ്കം, പറ. ചേട്ടൻ എന്തുപറ്റി? കഷ്ടമാണ് നോക്കില്ലേ മോളെ. എന്താ അവളിപ്പോഴും മിണ്ടണില്ല. മാറിയില്ല ഇതുവരെ പിണക്കം? അതല്ലേ ഒരു മഴ പെയ്താൽ തോരി. ഇത് എന്തുവാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാൻ അവളെ കാല് പിടിക്കുമ്പോൾ പിടിച്ച് ചോദിച്ചു എന്താണ് കാര്യമെന്ന്. അത് എന്നിട്ട് ഞാൻ അറിയാതെ ചെയ്ത കാര്യങ്ങളൊക്കെ അവളെ സിനിമയ്ക്ക് ഞാൻ അവളെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അത് പോയി. ഇനി അത് അറിഞ്ഞോ എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് ഞാൻ പോയെങ്കിൽ സിനിമ കണ്ടില്ല എന്നെല്ലാം പറഞ്ഞു, ഒന്നുകൂടെ പോയി കാണാമല്ലോ. അപ്പം അതല്ല, ഇനി കൊടുങ്ങാവിള ഗാനമേളയൊക്കെ ഞാനും റൊണാൾഡും കൂടെ പോയി. ഇനി അതാണോ വെച്ചാൽ അതും പറഞ്ഞു. എൻ്റെ പൊന്നെ, ഉള്ളതെല്ലാം തുറന്നു പറയല്ലേ. ക്ലീറ്റോച്ചന്റെ മനസ്സിലുള്ളതെല്ലാം കൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനാകും അടുത്ത വഴക്ക്. അയ്യോ, അതിന് വേറെ ഒരു കുറ്റവും തെറ്റും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആപ്പാടെപ്പം സംഭവിച്ച ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇനി വേറെ എന്താണ്? തക്കളൂന്ന് ചോദിച്ചാൽ അതല്ല അവൻ്റെ പ്രശ്നമല്ല. ഇല്ല, അതൊന്നും ആയിരിക്കത്തില്ല. ഞാൻ ഇനി പിന്നെ നീ കാശ് വല്ലതും അടിച്ചു മാറ്റിയ ചേച്ചിയെടുത്തുനിന്ന്? ഇല്ല, ഇല്ലടി, കാശൊന്നും അടിച്ചു മാറ്റിയതില്ല. ഇപ്പൊ പൈസയുടെ ആവശ്യമില്ല. എൻ്റെ പൈസ ഉണ്ടായി. അപ്പൊ അതിന്റെ കൊടുക്കാന്ന് പറഞ്ഞ വല്ല പൈസ വല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ കാര്യം. അതല്ലല്ലോ മോളെ, അത് ഞാൻ അവളോട് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ് ജാമ്യം എടുത്തു. ഒരാഴ്ച കൊണ്ട് എനിക്ക് സാവകാശം തരണം, അപ്പോഴും ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് സമ്മതിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരുമാതിരി ഇടി വീണ പോലെ ഇങ്ങനെ മിണ്ടാതായി. എന്ത് കാര്യമൊന്നും അല്ലെങ്കിലും ചേച്ചി എന്ത് സന്തോഷത്തിലാണ് നമ്മൾ പോയിട്ട് വന്നത്. അപ്പോഴൊന്നും വെച്ച് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് തന്നെ എനിക്കറിഞ്ഞൂടാ. ക്ലീറ്റോ ചേട്ടാ അവിടെ വെച്ചൊരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? ആ പെണ്ണ് ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെ അടിച്ചടിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ല, അതേതാണ്? അത് വട്ടുസ്മിത. അത് എവളെ കൂടെ പഠിച്ചത്. അത് അവളങ്ങനെ തന്നെ. അത് ഇതിനു മുമ്പും അവളെ എന്നോട് അങ്ങനെയൊക്കെ അവൾ നിൽക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, അതല്ല ആ വിഷയമല്ല. ഇത് എന്ത് എടി നീ ഒന്ന് ചോര്. ഞാനില്ല ക്ലീറ്റോ ചേട്ടാ, ഞാൻ ചോദിക്കത്തില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ പിണക്കം പെട്ടെന്ന് കഴിയും. എന്നോട് എന്തെങ്കിലും മോങ്കർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ചേച്ചിയോട് മിണ്ടാൻ പറ്റത്തില്ല. കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലെ തന്നെ ചേച്ചി മുഖം വീർപ്പിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ മുഖം വീർപ്പി? നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ നിന്റെ പണി നോക്കടി എന്ന് പറഞ്ഞു. എനിക്കത് കഴിയില്ല. ദേഷ്യം വന്നിട്ട് 2 ദിവസം ഞാൻ മിണ്ടാതിരുന്നത്. സത്യം പറഞ്ഞില്ല, എനിക്കാണെങ്കിൽ മാനസികമായിട്ട് ഞാൻ പറയില്ലേ, ക്ലീറ്റോ ചേട്ടൻ അങ്ങോട്ട് മിണ്ടി എന്ന് ചെല്ലി. എടി ഞാൻ മിണ്ടി പിറകെ നടന്നത് എത്ര പ്രാവശ്യമായി. എന്തെല്ലാം കാര്യം ഞാൻ ചോദിച്ചു. അതൊന്നുമല്ല, അതിനൊരു മറുപടിയും പറയണില്ല. ഞാൻ പോയി ചോദിക്കാം. അല്ല ക്ലീറ്റോ ചേട്ടൻ, ഞാൻ ചോദിച്ചാ ശരിയാവത്തില്ല. ക്ലീറ്റോ ചേട്ടൻ ചോദിക്കും, ഞാൻ ചോദിച്ചാ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോ ചേട്ടൻ ഇനി മിണ്ടാ നടക്കും. അപ്പൊ പതിയെ വാലട്ടി പുറകെ വരും. അതൊന്നും പറ്റൂല. അവളോട് മിണ്ടാതെ അങ്ങനെ നടക്കാം. എനിക്ക് അതൊന്നും പറ്റൂല. അവളും മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സത്യം, എൻ്റെ അന്നത്തെ ദിവസം പോക്കണം. അല്ല പിന്നെ ഒരു കാര്യമുള്ളു, ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് കാണാം.
ഓ ഞാൻ നിന്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഭർത്താവിനാണോ ഒരു സഹായം ചോദിച്ചല്ലോ? പറ്റത്തില്ലല്ലോ, അത് പറ്റത്തില്ലല്ലോ. നല്ല മറുപടി ഇങ്ങനെ തന്നെ പറഞ്ഞു തരണം. ഇങ്ങനെ തന്നെ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ചോദിച്ചോളാം. ശ്ശോ, അങ്ങനെ ഒരു സഹായം ചോദിച്ചു തന്നാൽ ഓടാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത്? കാലത്ത് അവൾ ചായ ചോദിച്ചപ്പോൾ ചായ തന്നു, അപ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് തേച്ചിട്ട് ഞാൻ ബ്ലൗസ് തേച്ച് കൊടുത്തു, അപ്പോഴും കുഴപ്പമില്ല. ചെറുക്കനെ കുളിപ്പിച്ചു, അപ്പോഴും കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോവാൻ ഓട്ടോറിക്ഷയിൽ പോയി, കാറിൽ പോയി. ആ എന്നാ ആൾക്കൂട്ടത്തിൽ വെച്ച് നീ അവളെ അപമാനിച്ച് കാണും. അത് തന്നെയാണ് എൻ്റെ കൊച്ചിന് സഹിക്കാൻ വയ്യാതായത്. തീർച്ചയാണ്. അല്ലാതെ ഒരു കാര്യമില്ലാതെ അവൾ വിഷമിച്ചിരിക്കത്തില്ല. ഇത്ര മിണ്ടാതെ ഒന്നും ഇരിക്കുന്നവളല്ല. വളർത്തിയത് ഞാനാ അവളെ. അമ്മ ഒന്ന് കയറി പോവാ. മനുഷ്യവിടെ തലപ്രാന്തെടുത്ത് ഒന്ന് ആലോചിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ നീ ആലോചിക്കും, നല്ലതുപോലെ ആലോചിക്കും. പിന്നെ എൻ്റെ കൊച്ചിനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ ശപിച്ചു കളയും. ഈ തള്ളരല്ലേ ആ മോള്, എല്ലാത്തിനും ഭ്രാന്തായ. ഓട്ടോറിക്ഷ കൊണ്ടുപോയി കല്യാണത്തിന് പോയി, അവിടെ നിന്ന് തിരിച്ചിറങ്ങി കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ട്. കിട്ടി കിട്ടി. ഓ, എന്റെ തങ്കം അതായിരുന്ന. നീ ആ കല്യാണത്തിന് കൊടുത്ത സാരിയോ ഒന്ന് എടുത്തോണ്ട് വന്നേ. കാലത്ത് അത് കൊടുത്തിട്ടൊന്നും നല്ലോണം ആസ്വദിക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ അതല്ലേ നിങ്ങൾ എന്നെ നോക്കിയും കൂടി ഇല്ലല്ലോ. ഒന്ന് പോടുന്നു, ചുമ്മാ അതൊന്നും പറയല്ലേ. കല്യാണ മണ്ഡപത്തിൽ വന്നിട്ട് ഞാൻ നിന്ന് ദൂരെ വന്നിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് നോക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും കടന്നു കയറി പോകും. അപ്പം അങ്ങ് മറയും. പിന്നെ നോക്കിയാൽ വീഡിയോഗ്രാഫർമാരെല്ലാം നിൻ്റെ പുറകെയായിരുന്നു. പക്ഷെ നിന്റെ സാരിയും നീ കൊടുത്തുന്ന അത് കളർ തന്നെയാണ് എറിച്ചു നിന്നത്. ആ മണ്ഡപത്തിൽ വേറെ ഒരൊറ്റ എണ്ണം അങ്ങനെ ഒരു ഷൈൻ ചെയ്ത് നിൽക്കണ എനിക്ക് തോന്നിയില്ല. കാണണോ? ഓ എടുത്തുണ്ട് വാ എൻ്റെ പൊന്നെ ചെല്ല്.